വെടിമരുന്ന് അപകടത്തിന്റെ നടുക്കം മാറാതെ തൃപ്പൂണിത്തുറ. സ്ഫോടക വസ്തു വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തും. കേസിൽ ഇന്നലെ അറസ്റ്റിലായ 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ഒളിവിൽ പോയവർക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. മരിച്ച തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവിന്റെ പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കും. അല്ലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, സാധാരണ ഈ ജനവാസ മേഖലയിലെ 280 മീറ്റർ പരിധിയിൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഒന്നും സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് നിയമമിരിക്കെ, എന്ന ചട്ടമിരിക്കെയാണ് ചട്ടവിരുദ്ധമായി ഇത്തരം സ്ഫോടക വസ്തുക്കൾ, പടക്കങ്ങൾ അടക്കം അവിടെ ശേഖരിച്ചതും അത് സ്ഫോടനത്തിനിടയാക്കിയതും. എന്തായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ആരൊക്കെ അറിഞ്ഞു, ആരൊക്കെ ഒളിച്ചു വെച്ചു, കൂട്ടുചേർന്നവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് അറിയേണ്ടത്, ഈ ഗുരുതരാവസ്ഥയിൽ ആരെങ്കിലും ഇപ്പോൾ തുടരുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത 4 പ്രതികളുടെയും അവസ്ഥ? അരുൺകുമാർ ആശുപത്രിയിൽ നിരവധി പേർ ഇപ്പോഴും പരിക്ക് പറ്റി കഴിയുന്നുണ്ട്. അതിൽ 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ 2 പേർ മരിച്ചിരുന്നു. അവരുടെ വിഷ്ണുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ട് അല്പസമയത്തിനകം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വിഷ്ണുവിന്റെ പിതാവ് ഉൾപ്പെടെ ബന്ധുക്കളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. സംഭവത്തിൽ 4 പേരെയാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അവർ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രതിപട്ടികയിലുള്ള പലരും ഒളിവിലാണ്. അതായത് ഈ ക്ഷേത്ര ഭാരവാഹികളായിട്ടുള്ളവർ, ഉത്സവ കമ്മിറ്റിയുടെ സംഘാടകരായിട്ടുള്ള ആളുകൾ, ഈ വെടിമരുന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ വിതരണം ചെയ്ത ആളുകളും ഇതിന്റെ കരാർ ഏറ്റെടുത്ത ആളുകളുമായിട്ടുള്ള പല ആളുകളുമുണ്ട്. അവരൊക്കെ ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ ഈ സ്ഫോടനം നടന്ന സംഭവ സ്ഥലത്ത് നിന്നുള്ളതാണ്. ഇവിടെ ഈ വീടുകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഏതാണ്ട് നാമാവശേഷമായി കയറി താമസിക്കാൻ പറ്റാത്ത വിധത്തിലേക്കൊരു അവസ്ഥയിലായിരുന്നു. ആ വീടുകളൊക്കെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ യുവജന സംഘടനകളുടെയും ഒപ്പം അതുപോലെ പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ നേതൃത്വത്തിൽ, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നവീകരിക്കുകയും വീടുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടിന്റെ ഓടുകൾ മാറ്റുന്നു, വീടിനകത്ത് പൊട്ടിച്ചിതറി കിടക്കുന്ന ചില്ലുകളും ഗ്ലാസുകളും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കുന്നു. അങ്ങനെ ആളുകൾക്ക് താമസയോഗ്യമാക്കിയ ആ അവസ്ഥയിലേക്ക് ഇത് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സമാന്തരമായി തന്നെ ഈ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഒരു ഭാഗത്ത് തുടരുകയാണ്. ഇന്നലെ തന്നെ റവന്യൂ അധികൃതർ, ജില്ലാ ഭരണകൂടമൊക്കെ വന്ന് വീടുകളൊക്കെ പരിശോധിച്ച് ആളുകളുടെ അഭിപ്രായമൊക്കെ ചോദിക്കുകയും അതുപോലെ നാശനഷ്ടങ്ങൾ കണക്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നും ആ കണക്കെടുപ്പ് തുടരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. പല വീടുകളുടെയും വാതിലൊക്കെ ഇന്നലെ തകർന്ന് നമ്മൾ കണ്ടതാണ്. ആ വാതിലൊക്കെ ഇപ്പോൾ താൽക്കാലിക സംവിധാനങ്ങളൊക്കെ വെച്ച് പല വീടുകളും, അതിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം താൽക്കാലിക സംവിധാനങ്ങളൊക്കെ വെച്ച് ഇന്നലെ പല വീടുകളും ആ ഡോറുകളൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. ഇനി കൂടുതൽ വൃത്തിയാക്കിയിട്ട് മറ്റു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. വാഹനങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളും ഈ അകത്തുള്ള കുപ്പിച്ചില്ലുകളും മറ്റുമൊക്കെ മാറ്റിയതിനു ശേഷം കഴുകി വൃത്തിയാക്കി ആ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടത്തുന്നത്. ഇത് മാത്രമല്ല, അല്പസമയത്തിന്റെ തലേ ദിവസം ഒരു വീട്ടിൽ പാല് കാച്ചിയിരുന്നു. അപ്പോൾ ഈ വീടടക്കം പുതിയ വീടുകളാണ്. ആ വീടുകളുടെ തൊട്ടടുത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അരുൺ, അതെയാണ്. പാലുകാച്ച് കഴിഞ്ഞ, കയറി താമസം കഴിഞ്ഞ വീട്ടുകൾക്ക് പോലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ ആണ് കാര്യങ്ങളുള്ളത്. നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് നമ്മളൊരു പ്രതികരണം അയച്ചിരുന്നു. അത് ഇന്നലെ ഈ സംഭവം നേരിട്ട് കണ്ട ഈ പ്രദേശത്തുള്ള ദൃക്സാക്ഷി സേതുമാധവന്റെ ഒരു പ്രതികരണം നമ്മൾ നേരത്തെ അയച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. അദ്ദേഹം ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഈ വാൻ ഇതിനകത്തേക്ക് കയറി വരുന്നതൊക്കെ അദ്ദേഹം കണ്ടിരുന്നു. എന്ന് മാത്രമല്ല, ഈ പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം 2 പേർ തെറിച്ചു വീഴുന്ന കാഴ്ചയ്ക്ക് അദ്ദേഹം നേരിട്ട് കണ്ടു എന്ന് അദ്ദേഹം നമ്മളോട് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം നമുക്ക് അവിടെ നമ്മുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് പ്രേക്ഷകർക്ക് കേൾപ്പിക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഈ പ്രദേശത്തുള്ള റേഷൻ കടയാണ്. സേതുട്ട, ഒന്നുകൂടെ സംസാരിക്കാവോ? നമ്മൾ ഇന്നലെ അദ്ദേഹം ഈ കടയിൽ ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്താണ്, ഈ സ്ഫോടനം നടന്ന പ്രദേശത്തിന് തൊട്ടടുത്താണ് ഈ കടയുള്ളത്. ഇവിടുത്തെ ഗ്ലാസ് ചില്ലുകളൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കണ്ട കാഴ്ച, ഇന്നലെ നടന്ന സംഭവം ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാവോ? ഇതൊന്ന് കൊടുത്തു. അദ്ദേഹം കടയിലെ തിരക്കിലാണ്. അദ്ദേഹം കുഴപ്പമില്ല. അദ്ദേഹം ആളുകൾ റേഷൻ വാങ്ങാനൊക്കെ ആളുകൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇന്നലെ ഈ പരിക്ക് പറ്റിയ ആളുകൾ, അതായത് 2 പേർ ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ തെറിച്ചു വീഴുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. ഈ ഷട്ടറൊക്കെ, ഈ റേഷൻ കടയുടെ ഷട്ടറൊക്കെ മാറിയിരിക്കുകയാണ്. ഷട്ടറൊക്കെ ഇന്നലെ അടച്ചിട്ടുന്ന ഷട്ടറാണ്. ഇതെല്ലാം ഈ സ്ഫോടനത്തിന്റെ ഇതിൽ തകർന്ന്, അല്ലെങ്കിൽ ആ ഷട്ടർ വരെ ഇളകി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആ വിധത്തിലാണ് ഏതാണ്ട് ഒരു 2.5-3 കിലോമീറ്റർ ചുറ്റളവിലാണ്, പരിധിയിലാണ് ഈ തരത്തിലുള്ള അപകടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടായത് എന്നുള്ളതാണ്
നാട്ടുകാരൊക്കെ പറയുന്നത്. ആ പ്രദേശത്തുള്ള വീടുകളാണ് കൂടുതലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പിന്നീട് ലഭ്യമാക്കാം. റേഷൻ വാങ്ങുന്നതിന് ആളുകൾ നിൽക്കാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വാഹനങ്ങൾ ആ വിധത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് അല്പസമയത്തിനകം ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ വന്ന് ശാസ്ത്രീയമായ മറ്റ് പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്യും. ഇലക്ട്രിസിറ്റിയൊക്കെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പോസ്റ്റുകളൊക്കെ മുഴുവനും തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം, കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമൊക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഒരു ചില പ്രതികരണത്തിലേക്ക് കൂടി പോകാം. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? ഈ വീട്ടിലത്തെ ഞങ്ങള് ഇതിന്റെ ബാക്കിലത്തെ വീട് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടം, കേറാൻ പറ്റില്ലാത്ത പോലത്തെ ഇതാണ്. മൊത്തം ഗ്ലാസ്സൊക്കെ എല്ലാം പൊട്ടിക്കിടന്നു, ഡോറെല്ലാം തെറിച്ചു പോയി. എല്ലാം ഒന്നിനും കയറി കിടക്കാൻ പറ്റില്ല. മുകളില് കുടിവെള്ളം പോലും ഇതായിപ്പോയി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ എവിടെ താമസിച്ചേ? ഇന്നലെ പുഷ്പാതിലോട്ട് ക്യാമ്പിൽ. നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ടത് എത്ര രൂപ കിട്ടാനുണ്ടാവും? അതൊക്കെ പറഞ്ഞു. എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഇതായുള്ള കുറേ ആൾക്കാർ ചാനലുകാർ വന്ന് ഫോട്ടോ എടുത്ത് ഇതൊക്കെ ആയിട്ട് പോകണം. ഒന്നും ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ റവന്യൂ അധികൃതരൊക്കെ വന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? റവന്യൂ ഒക്കെ ഇത് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി വില്ലേജ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം നിലയിൽ വീടൊക്കെ നവീകരിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്, പുള്ളിക്ക് സുഖമില്ലാത്തതാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. വേറെ ആൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ഒരു ലെവലിലും ഇല്ല. ഗവൺമെന്റിൽ നിന്നും മറ്റുള്ള ഇതിൽ നിന്നും സഹായം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റൂ. ഒരു ഇതുമില്ല. ഈ അപകടം നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു? കാരണം തൊട്ടടുത്ത വീട്